ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വൈകിട്ട് 5 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. വെള്ളിയാഴ്ച വൈകിട്ട് ഞാനും മക്കളും കൂടെ റബ്ബറിന് ക്ലേ അടിക്കാനായിട്ട് പോണൊരു കുഞ്ഞു വീഡിയോയാണ്. ഒരു പഴയ ബക്കറ്റിലോട്ട് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദാമാവും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ച് മൈദാമാവും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കമ്പ് വെച്ച് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചൂടിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതിന് ക്ലേ തേച്ച് കൊടുക്കുന്നത്. ഇത് വെട്ടുന്ന റബ്ബറിലും വെട്ടാത്ത തൈ റബ്ബറുകളിലും ഇത് കണക്ക് ക്ലേ അടിക്കാറുണ്ട്. ക്ലേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കയ്യിൽ പറ്റാതിരിക്കാൻ ഗ്ലൗസൊക്കെ ഇട്ട് ഒരു തുണി വെച്ചാണ് കേട്ടോ ഞാൻ അടിച്ചത്. തുണിയിൽ ഇങ്ങനെ പറ്റിച്ചിട്ട് അതിങ്ങനെ റബ്ബറിൽ തേക്കുന്നുണ്ടായിരുന്നു. ബ്രഷ് വെച്ച് ആക്കിയാലും മതി. ഹിബായും ചെയ്യുന്നുണ്ടായിരുന്നു. ഹിബ കയ്യിൽ കവറൊക്കെ ഇട്ട് ഹിബായും റബ്ബറിൽ ക്ലേ തേച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവനും നമുക്കുള്ള റബ്ബറല്ല കേട്ടോ, താഴ്വശത്ത് വേറെ ആളുടെയാണ്. നമുക്ക് ഒരു 30 റബ്ബറിൻ്റെ അടുത്തുണ്ട്. 2 or 3 ഷീറ്റ് കിട്ടും. അധികവും 2 ഷീറ്റാണ് കിട്ടാറുള്ളത്. അടുത്തുള്ളൊരു കൊച്ചു വന്ന് വെട്ടിയിട്ട് ഞാനാണ് പാലെടുത്ത് ഷീറ്റൊക്കെ അടിക്കുന്നത്. എൻ്റെ തൊട്ടടുത്ത പെരയിടത്തിൽ തന്നെ ഷീറ്റ് അടിക്കുന്ന ഒരു മെഷീനുണ്ട്, അവിടെ കൊണ്ടാണ് അടിക്കാറുള്ളത്. അങ്ങനെ നമ്മളെല്ലാം റബ്ബറിൽ അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റബ്ബറിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു ആത്തിച്ചക്ക നിൽപ്പുണ്ട് കേട്ടോ. അത് ഞാൻ മുമ്പ് ഇടയ്ക്ക് ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ 2 കളർ അടിച്ചത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ക്ലേ അടിച്ചില്ലേ, ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ വലിയ കളർ തോന്നാത്തത്. നാളെ നല്ല വൈറ്റ് കളറിൽ കാണാൻ പറ്റുക നമ്മൾ പറിച്ച ആത്തിച്ചക്ക. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് നമ്മളെ മറ്റേ സ്നേക്ക് പ്ലാന്റ് പൂത്ത് വയ്ക്കുന്നത് നോക്കിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. 2-3 കൊല പൂ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു കട്ടൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. മുന്നെയൊക്കെ ഷോർട്ടിൽ കാണിക്കാറുള്ള ഒരു പൂച്ചയില്ലേ, അതാണെങ്കിൽ അതിവിടെയാണ് പ്രസവിച്ച് കിടന്നിട്ടുള്ളത്. അത് ഒരു 3-4 ദിവസം കൊണ്ട് അതിനെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. അത് വേറെ എവിടെ കൊണ്ടുപോയി. തള്ള ഇടയ്ക്ക് വരും, ഫുഡൊക്കെ കഴിച്ചിട്ട് പോവും. പിന്നെ 7 തൊട്ട് 8 വരെ ഹിബാക്ക് ഒരു ഖുർആൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റിലാണ്. അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് എൻ്റെ മൂത്ത മോള് സ്കൂളിൽ അത് പഠിക്കുകയായിരുന്നു. നമുക്ക് ശനിയാഴ്ച ട്യൂഷനിലെ എക്സാമാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് 9 മണി തൊട്ട് 10 മണി വരെ മൂത്ത മോൾക്ക് ഒരു ഗൂഗിൾ മീറ്റിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. കാലിയോഗ്രഫി പഠിക്കുന്നുണ്ട് അവൾ. അത് 2 മാസത്തെ ക്ലാസ്സാണത്. ഇത് അറബ് അക്ഷരം എഴുതാൻ പഠിക്കുന്നതാണ്. അതിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.